RSSുമായി ചേർന്ന് സഹകരിച്ചിട്ടുണ്ട് എന്ന CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ ഈ CPIM RSS ബന്ധത്തിന്റെ ചരിത്രം അത് കൂടുതൽ പൊതുമണ്ഡലം ചർച്ച ചെയ്യുകയാണ്. 1977 പാലക്കാട്ടും ഉദുമയിലും സംഭവിച്ചത് എന്താണ്? നിഖിൽ പരമേഷ് തയ്യാറാക്കിയ എക്സ്പ്ലെയിനർ കാണാം. വർഷം 1977 അടിയന്തരാവസ്ഥയുടെ ഭീകരതയ്ക്കെതിരെ ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിൽ രൂപം കൊണ്ട ജനതാ മുന്നണി ജനുവരി 23-നാണ് നിലവിൽ വരുന്നത്. അതിൽ ജനസംഘവും ലയിച്ചു. ഐക്യപക്ഷത്തിന്റെ ഐക്യമുന്നണിയായി പിറന്ന പാർട്ടിയിൽ സ്വതന്ത്ര പാർട്ടി, സോഷ്യലിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, ഭാരതീയ ലോക്ദൾ, സംഘടനാ കോൺഗ്രസ് എന്നിവയും ലയിച്ച് ജനതാ പാർട്ടിയായി. കലപ്പയേന്തിയ കർഷകരായിരുന്നു തെരഞ്ഞെടുപ്പ് ചിഹ്നം. അടിയന്തരാവസ്ഥക്കെതിരെയായിരുന്നു CPM അന്ന് നിലയുറപ്പിച്ചത്. അത്തരത്തിൽ പ്രതിപക്ഷ ഐക്യത്തിന്റെ ഭാഗമായാണ് ജനതാ പാർട്ടി നേതാവായ അദ്വാനി CPM സ്ഥാനാർത്ഥിക്കായി കേരളത്തിലെത്തുന്നത്. CPI ആകട്ടെ കോൺഗ്രസ് മുന്നണിയിലും നിലയുറപ്പിച്ചു. ഈ സഹകരണം പ്രകടമായത് 6ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. ദേശീയ തലത്തിലെ ധാരണ കേരളത്തിലുമുണ്ടായി. ഈ ധാരണയുടെ ഭാഗമായി പാലക്കാട് ജനതാ പാർട്ടി മത്സരിച്ചില്ല. CPMുമായുള്ള ധാരണയുടെ ഭാഗമായിരുന്നു ഈ മാറി നിൽക്കൽ. 1977 മാർച്ച് 3-ന് CPM സ്ഥാനാർത്ഥിയായ ശിവദാസ മേനോന് വേണ്ടി LK അദ്വാനി അന്ന് പാലക്കാട് പ്രചരണം നടത്തി. ഉദുമയിൽ അന്ന് CPMും സ്ഥാനാർത്ഥിയെ നിർത്തിയില്ല. അന്ന് KG മാരാർ കേവലം 3500 വോട്ടിന് മാത്രമാണ് പരാജയപ്പെട്ടത്. മുൻ ജനസംഘം നേതാക്കൾ RSSുമായി ബന്ധം തുടരുന്നത് ജനതാ ഭരണത്തിന്റെ തകർച്ചയ്ക്ക് കാരണമായി. ഒരേ സമയം ജനതാ പാർട്ടിയിലും RSSലും അംഗമായിരിക്കുന്നതിനെതിരെ രാജ് നാരായണൻ രംഗത്തെത്തി. മന്ത്രിസഭയിലെ RSS അംഗങ്ങളായ വാജ്പേയി, അദ്വാനി എന്നിവരെ പുറത്താക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. തുടർന്ന് വാജ്പേയി, അദ്വാനി, വിജയരാജ് സിന്ധ്യ, BS ഷെഖാവത്ത്, സിക്കന്ദർ ഭക്ത് എന്നിവരുടെ നേതൃത്വത്തിൽ 1980 ഏപ്രിൽ 6-ന് ഭാരതീയ ജനതാ പാർട്ടി രൂപീകരിച്ചു. തന്റെ വിവാദമായ പ്രസ്താവന ഇപ്പോൾ MV ഗോവിന്ദൻ തന്നെ തള്ളിപ്പറഞ്ഞിരിക്കുകയാണ്. ആ സാഹചര്യം നിലനിൽക്കുമ്പോൾ തന്നെ 1977-ലെ ഈ സഹകരണം അത് മറച്ചു പിടിക്കാൻ കഴിയില്ല. അതൊരു ചരിത്ര വസ്തുതയാണ്. അപ്പോൾ അതാണ് RSS CPIM ബന്ധത്തിന്റെ ചരിത്രം. ആ രീതിയിൽ അത് പല ഘട്ടങ്ങളിലായി വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്നിപ്പോൾ അവിടെ സ്ഥാനാർത്ഥികളും അവിടുത്തെ നേതാക്കളും എല്ലാം തന്നെ അതിനെ ആ രീതിയിൽ തന്നെയാണ് പ്രതികരിച്ചതും. അതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്.